ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഏപ്രിൽ 8 അല്ലു അർജുൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ടു അല്ലു അർജുൻ. അപ്പോൾ ഇത് അല്ലു അർജുൻ്റെ ബർത്ത്ഡേ ആണ്. എന്നപ്പോൾ അറ്റ്ലി സൺ പിക്ചേഴ്സ് അല്ലു അർജുൻ എന്തോ ഒരു സാധനം വന്നിരിക്കുന്നത് AAA ഗിയറപ്പ് എന്നൊക്കെ പറഞ്ഞ് കേട്ടി. ഞാനിങ്ങനെ യൂട്യൂബിൽ കയറിയപ്പോൾ കണ്ടതാണ് ആ സാധനം. ഇതാണ് ആ സാധനം. കാണണ്ടോ? കണ്ടു നോക്കാം. അല്ലു അർജുൻ ക്യാമറയോ സോമ്പോ ഇതിലേക്ക് ലോസ് ഏഞ്ചൽസ് USA ഗ്ലോസിംഗ് ബോർഡേഴ്സ് ബിൽഡിംഗ് സ്പൈഡർമാൻ ടീമൊക്കെ ഉണ്ടല്ലോ. I just got done reading the script and I gotta say my head is still spinning. ബ്ലാക്ക് പാന്തർ. You read the script. What did you think about it? The script is seriously unlike anything I've ever read. It is the best of the best of what I would ever want to create. It's amazing, yeah, right? So it's just the action. And it's just like one thing after another where I'm like, oh my God, oh wow. Reading through it, very excited about all the creature potential, all the different character potential. I cannot wait to be a part of this. I can't wait to see what his vision does. The story is unbelievable. ഗിയർ അപ്പ് അല്ലു അർജുൻ 22 അറ്റ്ലി 6 സൺ പിക്ചേഴ്സ്. പിന്നെ മാർവലിൽ എന്തൊക്കെയോ അവതാർ ചെയ്ത അങ്ങനെ എന്തോ ഈ ആനിമേഷനൊക്കെ ചെയ്യുന്ന മൊത്തം സ്റ്റുഡിയോ കൂടി വലിയ കിടന്ന് കറങ്ങുന്നുണ്ട്. സംഗതി എന്തോ വലുതെന്തോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് തോന്നുന്നു. കൃത്യമായിട്ട് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷെ അതിങ്ങനെ കാണുമ്പോൾ എന്തോ ഒരു സൈഫൈ പടമാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ എന്തോ ഒരു സൂപ്പർ ഹീറോ, ഇന്ത്യൻ സൂപ്പർ ഹീറോയുടെ കഥയായിരിക്കും ചിലപ്പോൾ. അറ്റ്ലിയാണ് തളപതി വിജയിൻ്റെ ഒക്കെ നല്ല കിട്ടില്ലെങ്കിൽ സാധനങ്ങൾ ചെയ്ത ആളാണ്. പിന്നെ കുറേ കോപ്പി അടിക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് ചെയ്ത് വെക്കുന്ന സാധനം അത് കിട്ടില്ല സാധനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അല്ലു അർജുൻ്റെ ബർത്ത്ഡേയും കൂടെ ആയിരിക്കും അത് പുറത്ത് വിട്ടത്. എന്തായാലും അല്ലു അർജുൻ എന്ന നടനെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു നടനാണ്. കാരണം ചെറുപ്പത്തിൽ കുറേ ഫോട്ടോകൾ കിട്ടി, അതായത് നമ്മൾ സ്റ്റിക്കർ പോലെ ഫോട്ടോകളൊക്കെ അവിടെ ഒട്ടിച്ച് വെക്കുക. പിന്നെ അല്ലു അർജുൻ്റെ ഹീറോ ഇറങ്ങിയ സമയത്തൊക്കെ ഭയങ്കരമായിട്ടൊരു സൂപ്പർ ഹീറോനെ ഇഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു നടനാണ് അല്ലു അർജുൻ പറയുന്നത്. അപ്പോൾ അല്ലു അർജുൻ 22ാമത്തെ പടമാണ്. അങ്ങേര് വളർച്ചേൻ്റെ കൊടുകൂടി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നാൾ ചേട്ടനെ പോലെ വളരെ വലുതാകുന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നാളെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷെ എന്തായാലും ഇത് ടീച്ചറോ ട്രെയിലറോ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അറിയാം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഒന്നും അറിയില്ല. കണ്ട മാത്രയിൽ എന്തോ വലിയത് വരാനുണ്ട് എന്ന് മാത്രം മനസ്സിലാക്കുന്നു. ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഒരു കിടിലൻ ഗിഫ്റ്റ് തന്നെയാണ് മൂപ്പർക്ക് കിട്ടിയെന്നൊക്കെ തോന്നുന്നത്.
പുഷ്പ ഒരു ഭയങ്കരമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. കാരണം അതിനകത്ത് കുറേ സാധനങ്ങളൊന്നും ഇത് സാധാരണക്കാരന് അങ്ങനെ ഇഷ്ടപ്പെടില്ല. ഫുള്ള് പറപ്പിക്കലും എയറിൽ നിർത്തിയുള്ള പരിപാടികളായിരുന്നു. സോ ഇത് എൻ്റെ ലെവലൊക്കെ മാറിക്കഴിഞ്ഞ് എന്തായാലും പുതിയത് എന്താണെന്നുള്ളത് കാത്തിരുന്ന് കാണാം. അപ്പം ഏപ്രിൽ 8 നമ്മളും പറയണം ഹാപ്പി ബർത്ത്ഡേ ടു അല്ലു അർജുൻ. എന്തായാലും ഈ ദിവസം എണീച്ചപ്പോൾ എന്നെ കണ്ടതാണ്. എണീറ്റ് അറിയുമ്പോൾ ഞാൻ ഇത് കാണുന്നേരം 36 മിനിറ്റ് ആയിട്ടുള്ളൂ വീഡിയോ വന്നിട്ട്. വ്യൂസ് എത്ര ഉള്ളത് നോക്കാൻ പറഞ്ഞത്. എന്തായാലും ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ.